ഈ ഗാർഡനിങ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയ പിന്നെ ഉണ്ടല്ലോ, എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ കണ്ണിൽ ചെടികളായിരിക്കും കാണുക. അപ്പം അങ്ങനെ കണ്ടു കിട്ടിയ ഒരു ചെടിയാണേ. വീടിനടുത്തുള്ള തന്നെയാണ്, പക്ഷേ അവർ പുതിയ വീട് പണിയുന്നത് കൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായില്ല. അപ്പോൾ അതിങ്ങനെ കരിഞ്ഞ് തുടങ്ങിയായിരുന്നു. പിന്നെ വീട് പണീൻ്റെ റോഡിലൂടെയുള്ള പൊടിയൊക്കെ അടിച്ചും വെയിലടിച്ചും വെള്ളം കിട്ടാണ്ട് ആകെ പരവശരായിട്ടാണ് ഞാൻ കാണുമ്പോൾ അവസ്ഥ എത്തിയത്. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവർ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുത്തു. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കുകയാണ്. മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും പിന്നെ കുറച്ച് മണലും കൂടി ഇട്ടിട്ടാണ് ഇത്തവണത്തെ പോട്ടി മിക്സ് തയ്യാറാക്കിയത്. ഓരോ തവണ ഞാൻ എപ്പോഴും ഒരേപോലെ ഒന്നുമല്ല ചെയ്യാം. എന്തൊക്കെയാണോ കയ്യിൽ ആ സമയത്ത് കിട്ടുന്ന സാധനങ്ങൾ അത് വെച്ചിട്ടങ്ങ് ആക്കുക, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇത്തവണ ചട്ടിയിൽ ഞാൻ കുറച്ച് കരിയിലയും ചകിരീൻ്റെ തൊണ്ടും പിന്നെ അടയ്ക്ക പൊട്ടിച്ചതിൻ്റെ കുറച്ച് തൊണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇട്ട് അടിഭാഗത്തേക്ക് കുറച്ചാക്കി. പിന്നെ അതിൻ്റെ മേലത്തേക്ക് മണ്ണിട്ടിട്ട് ചെടി നടുകയാണ് ചെയ്തത്. ഇത് അത്യാവശ്യം ബോർഡറൊക്കെ വെക്കാനായിട്ട് നല്ല പ്ലാനാണ്. ഈ ചട്ടിയിൽ വെള്ളത്തിനെക്കാട്ടും നല്ലത് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല രസമാണ്. എൻ്റെ അടിഭാഗത്തെ കളർ കാണാൻ നല്ല ഭംഗിയാണത്. പിന്നെ ഇത് കുറച്ച് വേര് പിടിക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ തൽക്കാലം ചട്ടിയിൽ വെച്ചാണ്. പിന്നെ ഇങ്ങനെ നടുന്നവരെ ഞാൻ തൽക്കാലം ആദ്യം കൊണ്ട് വെയിലത്തോട്ട് വെക്കില്ല. ഇവന്മാർക്കൊന്നും സെറ്റാകാനുള്ള സമയം വേണമല്ലോ. പുതിയ മണ്ണിൽ സ്ഥലത്തൊക്കെ ഒന്ന് വേര് പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ ഇവരെ തണലത്തോട്ട് വെക്കുക ചെയ്യുക. പൂർണ്ണമായും തണലല്ല, പക്ഷേ അത്യാവശ്യം കാറ്റും വെളിച്ചവും വെയിലിൻ്റെ ചൂടൊക്കെ കിട്ടും. അങ്ങനെ ഇരുണ്ടടഞ്ഞ പ്രദേശമൊന്നുമല്ല. അങ്ങനെയുള്ളിടത്ത് വെച്ച് വേര് പിടിച്ച് ഇവർ ഉഷാറായി വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവരെ അവിടെ നിന്ന് മാറ്റും. പിന്നെ പുതിയതായി നടുന്ന ചെടികളെ അങ്ങോട്ട് കൊണ്ടുവെക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഈ ചെടികളെയൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും കണ്ണിൽപ്പെടുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളായിരിക്കും. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ, ചെടിയുണ്ടോ, നമ്മുടെ അടുത്ത് ഇല്ലാത്ത ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ണിൽ പരത്തുക. അതൊന്നും അങ്ങനെയാണ്. അത് ചെടികളെ ഇഷ്ടപ്പെടുന്നവരും വീട്ടിൽ ചെടികൾ നടുന്നവർക്കും അറിയാം. അതങ്ങനെ വരൂ, എങ്ങനെയാണെന്നറിയില്ല. എന്നാലും നിങ്ങൾ ചെടിയും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അത്രയേ ഉള്ളൂ.